നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. എന്താ ഡോക്ടറെ, ഞാൻ പെരുമാറിയ വിധം അവരോടൊക്കെ പറഞ്ഞോ? പേടിക്കണ്ട, ഞാൻ ആരെ അറിയിക്കില്ല. അതിന് ഞാൻ മോശമായിട്ടൊന്നും പെരുമാറിയില്ലല്ലോ. പെരുമാറിയില്ല, പക്ഷെ പെരുമാറാൻ ശ്രമിച്ചു. അതാണ് ശരി. കുട്ടി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഡോക്ടർ ചെല്ല്. ആളുകളെ വെറുതെ വട്ടാക്കുന്നതും ഒരു രസം. പൂജമോളെ, ഇനി കുറച്ച് മകളായിട്ട് അഭിനയിച്ച് കളയാം. എന്താ അമ്മേ? മോളെ, മോള് ഡോക്ടറോട് എന്താ പറഞ്ഞേ? അതൊന്നുമില്ല അമ്മേ. അതമ്മേ, അജുവിന് സുഖായില്ലേ എന്ന് ചോദിക്കുകയായിരുന്നു. എന്റെ മോക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ. അതിനെനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ആരാ പറഞ്ഞേ? ഡോക്ടറോ? പറഞ്ഞില്ല, പക്ഷേ അപകടം നടന്നതിന്റെ ഒരു ഷോക്കുണ്ടെന്ന് പറഞ്ഞു. അതാണ് എളുപ്പവഴി. എന്തെങ്കിലും പെരുമാറ്റത്തിൽ കുഴപ്പം വന്നാൽ തന്നെ അതൊരു ഒഴിവുകഴിവായി എടുക്കാം. എന്താ മോൾ ആലോചിക്കുന്നത്? അമ്മ പറഞ്ഞത് ശരിയാമ്മേ. ചിലപ്പോ എനിക്കെന്റെ മനസ്സ് കൈ നിൽക്കാത്തതുപോലെ തോന്നും. മുന്നിൽ നിൽക്കുന്നത് ആരാണെന്ന് പോലും ചിലപ്പോ. മോളെ, മോളൊന്നും ഒട്ടും പേടിക്കണ്ട, എല്ലാം ശരിയാവും. ചില സമയത്ത് ഞാൻ നിൽക്കുന്ന സ്ഥലം ഏതാ, ആളുകൾ ആരാ, അതൊക്കെ ഞാൻ മറക്കുന്ന പോലെ. നേരത്തെ ആ ഡോക്ടറുടെ മുമ്പിൽ വെച്ചും ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. അതൊന്നും സാരമില്ല. ഒരപകടം നടന്ന് 25 കൊല്ലം ഒരു ഓർമ്മയില്ലാതെ കഴിഞ്ഞവളാ ഞാൻ. അത് നോക്കുമ്പോ എന്റെ പൂജമോക്ക് സംഭവിച്ചതൊക്കെ വളരെ സാധാരണമായ കാര്യമാണ്. എന്നാലും അറിയാതെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയാൽ തന്നെ അത് പൊറുക്കണേ അമ്മേ. അജുവേട്ടനോട് പോലും ചിലപ്പോ ഞാൻ തെറ്റായി എന്തെങ്കിലും പറഞ്ഞു പോവോന്ന എന്റെ പേടി. പൂജമോളെ, അതൊക്കെ മനസ്സിലാക്കാൻ അർജുൻ മോന് പറ്റും. മോള് വാ, നമുക്ക് പോ. മോളെ വാ, അവനെ ഇറക്കാം. ഞാൻ ആ വീൽ ചെയർ എടുത്ത് നോക്കാം. വീടാ. ഒന്ന് പിടിക്കുമോളെ അവനെ. ഇങ്ങോട്ടിരിക്കും. നോക്കുമോളെ, അവക്കിപ്പോ ഒരു കുഴപ്പമില്ല, കണ്ടില്ലേ? ഭാഗ്യം.
ഒരു കുഴപ്പം ഉണ്ടാവില്ലമ്മേ. ഇനി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ എല്ലാവരും കൂടി അത് മാറ്റിയെടുക്കും. വീൽ ചെയർ തള്ളട്ടെ അജുവേട്ടാ? ആ നിക്ക് ഞാൻ ചെന്ന് ആരതി എടുത്തിട്ട് വരാം. ഈ തള്ളക്കത് എന്തിന്റെ കേടാ? താലി കെട്ടി കൊണ്ടുവരുന്ന പോലെയാണല്ലോ കാട്ടിക്കൂട്ടല്. അയ്യോ, അതൊക്കെ എന്തിനാ അച്ഛമ്മേ? തനിക്കറിയാമല്ലോ പൂജ, അച്ഛമ്മയ്ക്ക് എന്തിനും ആരതി വീഴണമെന്ന. വെറുതെ എന്തിനാ ചേട്ടാ? അതൊന്നും വേണ്ടെന്നേ. എന്നാലും ഒരു അപകടമൊക്കെ കഴിഞ്ഞ് 2 സ്ഥലത്തായി പോയ രണ്ടാളും ഒന്നിച്ച് ഈ വീട്ടിലേക്ക് കയറിയല്ലേ. ഈശ്വരാനുഗ്രഹം ഉണ്ടാവുന്നത് നല്ലതല്ലേ? പിന്നെ ഈശ്വരാനുഗ്രഹം ഈ തള്ളയാ ആദ്യം ഈശ്വരന്റെ അടുത്തേക്ക് പറഞ്ഞയക്കേണ്ടത്. മനസ്സിലെ നന്മയല്ലേ അച്ഛമ്മ ഏതിലും വലുത്. അത് ശരിയാ. ഇപ്പോഴാണ് പൂജ ശരിക്കും പൂജയായത്. ശരി, ആരതി വേണ്ടെങ്കിൽ വേണ്ട. നിങ്ങൾ വലത് കാല് വെച്ച് അകത്ത് കയറിയാ മതി. ശരി അമ്മ. എത്രയും പെട്ടെന്ന് ഇവിടത്തെ പണി തീർത്ത് രക്ഷപ്പെടാൻ പറ്റണേ എന്റെ ദൈവമേ. മോളെ മോളെ എന്താ മോളെ മോളെ മോളെന്താ വല്ല സ്വപ്നവും കണ്ടോ? അമ്മേന്ന് വിളിച്ച് കരഞ്ഞല്ലോ. എന്താ പറ്റിയത്? ഞങ്ങള് പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടോ മോളെ? കുട്ടിക്ക് സംസാരിക്കാൻ പറ്റും. ഇപ്പൊ തന്നെ അമ്മ എന്ന് വ്യക്തമായും പറഞ്ഞതാണ്. സംസാരിക്കുമോളെ. ശ്രമിക്ക്, ഒന്ന് ശ്രമിക്കുമോളെ. ശ്രമിക്കുക. അമ്മ പറയൂളെ. ശ്രമിച്ചു നോക്ക്. ശ്രമിക്ക്. കുറച്ച് കഴിഞ്ഞ് കുട്ടിക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്ക്. അത് കഴിഞ്ഞ് വിശ്രമിക്കട്ടെ. മോള് സംസാരിപ്പിക്കാനൊന്ന് ശ്രമിച്ചു നോക്കണം. എല്ലാം ശരിയാവും മക്കളെ, ശരിയാവും മോളെ.